ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 8ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന മഹാദൈവത്തിന് സകല മഹത്വവും കരേറ്റുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വിശേഷാൽ ഞാൻ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുകയാണ്. തുടർന്നും ദൈവമക്കളെല്ലാവരും ഈ ബൈബിൾ സ്റ്റഡിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ TV ചാനലിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ 8-3 വരെ യെരുശലേം സഭ എന്ന ആ ഹെഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണ്, വചനം നമ്മൾ പഠിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഒരു എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല നമ്മളിവിടെ നടത്തുന്നത്. എങ്കിലും ടോപ്പിക്കലായി ഈ സ്റ്റഡി നടത്തുമ്പോൾ ഓരോ അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. വളരെ പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിലായിരിക്കാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. യെരുശലേം സഭയുടെ 7 ക്വാളിറ്റികൾ, ഇതാണ് നമ്മുടെ ചിന്താവിഷയം. അതിൽ 3-ാമത്തെ ക്വാളിറ്റിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ധ്യാനിച്ചത്. 1-ാമത്തെ ക്വാളിറ്റി, അവർ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. 2-ാമത്തെ ക്വാളിറ്റി, പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭ, അഥവാ ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്ത സഭയായിരുന്നു. 3-ാമത്, പവർഫുൾ ചർച്ച്, അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സഭയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ 3-ാമത്തെ ക്വാളിറ്റിയാണ് ധ്യാനിച്ച് നിർത്തിയത്. ചില കാര്യങ്ങളുടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്നത് ദൈവമക്കളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് നാം വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. ലോക സുവിശേഷീകരണം ദൈവം സഭയിലൂടെ ആഗ്രഹിക്കുന്നു. അതിന് കർത്താവ് വച്ചിരിക്കുന്ന ഏക വഴി പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മശക്തിയാൽ ദൈവമക്കൾ ലോകത്തെ സുവിശേഷീകരിക്കണം എന്നാണ്. പരിശുദ്ധാത്മ സ്നാനവും ആത്മശക്തിയും സഭയിൽ നിന്ന് മാറ്റിയാൽ സഭയ്ക്ക് വിജയപ്രദമായി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ പരിശുദ്ധാത്മാവ് വന്ന് നിറച്ച് അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും നമ്മൾ എങ്ങും എത്തിയിട്ട് ഇല്ല, എങ്ങും ആയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ താഴുവാനും യെരുശലേം സഭയെപ്പോലെ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാദേശിക സഭ പവർഫുള്ളായി മാറുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ അവരുടെ സഭയിൽ സാധാരണ വിഷയമായിരുന്നു. അതിലെ ഒരു സാമ്പിളാണ് അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് അല്പമായി ചിന്തിച്ചതാണ്. പ്രധാനപ്പെട്ട അതിലെ 1-2 കാര്യങ്ങളുടെ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് അതിൻ്റെ പശ്ചാത്തലം. പത്രോസും യോഹന്നാനും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ആ പ്രത്യേക സാഹചര്യം. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അത്ഭുതം ലഭിച്ച മനുഷ്യൻ പിറവിയിലെ താൻ ക്രിപ്പിൾഡാണ്, അല്ലെങ്കിൽ ലെയിമാണ്. അദ്ദേഹത്തെക്കുറിച്ച് 4:22 പറയുന്നത് തനിക്ക് 40 വയസ്സുണ്ടെന്നാണ്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് വ്യക്തിപരമായി യേശുക്രിസ്തുവിലൂടെ ഇങ്ങനൊരു അത്ഭുതം കിട്ടുമെന്നുള്ള വിശ്വാസം തനിക്ക് ആ സമയത്തില്ലായിരുന്നു. എങ്കിലും നിയോഗമുള്ള പത്രോസിനും യോഹന്നാനും ആ വിശ്വാസം ഉണ്ടായിരുന്നു. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ എതിരാളികൾ തന്നെ പത്രോസിനോടും യോഹന്നാനും ചോദിക്കുന്നത്, നിങ്ങളിത് ഏത് ശക്തിയാലാണ്, ഏത് നാമത്തിലാണ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ വേദശാസ്ത്രത്തെ കവിയുന്ന ദൈവശക്തിയുടെ ഒരു വ്യാപാരം നടന്നു എന്ന് അവരുടെ എതിരാളികൾക്ക് ബോധ്യമായി. മാത്രമല്ല 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഉദ്ധരിച്ചതാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിക്കുവാൻ നമുക്ക് കഴിവില്ല. ജെനുവിൻ മിറക്കിൾസ് നമ്മുടെ എതിരാളികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അങ്ങനെ തന്നെയായിരുന്നു. പരീശന്മാരും സദൂക്യരുമൊക്കെ ഇതിലൊക്കെ വിരോധമായി നിന്നെങ്കിലും അവരുടെ സ്കാനറിനകത്ത് ഇത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒരു കാര്യം അവർക്ക് തിരിച്ചു പറയാനില്ല. ഇവിടെ അങ്ങനെയാണ്. അവർ പറയുകയാണ്, ഈ കാര്യം നടന്നു, ഒരു ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിളാണ്, അതവർക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അത് അവരുടെ കണ്ണ് തുറന്നില്ല. ഇവർക്ക് താക്കീത് കൊടുക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇനിയും സംസാരിക്കരുത്. അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആളുകളുടെ ഹൃദയത്തെ തുറന്ന് ദൈവദാസന്മാർ അതിനെ തുറന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആളുകൾ യഹൂദ മതത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ അവർ വിശ്വസിക്കുകയാണ്. അതിന് സ്റ്റോപ്പിടാനാണ് ഈ അധികാരികൾ ശ്രമിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം 4:10 ഈ അത്ഭുതം എങ്ങനെയാണ് നടന്നതെന്ന് അപ്പോസ്തലന്മാർ വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് അവരെടുത്തു പറയുന്നത് അവരുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് ഈ അത്ഭുതം നടക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 11, 12, 16 വാക്യങ്ങളിൽ പത്രോസിന്റെ ശുശ്രൂഷ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മുഴുവൻ മഹത്വവും ഈ വിഷയത്തിൽ താൻ ദൈവത്തിന് കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെ തുടർന്ന് ഓടിക്കൂടിയവരോട് അവർ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പം നോക്കൂ, അത്ഭുതങ്ങൾ ഇതുപോലെ സ്പഷ്ടമായ മൈറ്റി മിറക്കിൾസ് നടക്കുമ്പോൾ ആളുകൾ ഇത് കണ്ട് ഓടിക്കൂടുകയും ദൈവവചനം ശ്രദ്ധിക്കുവാൻ അവരുടെ ഉള്ള പ്രിപ്പയർഡ് ആകുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്നാണ് പത്രോസ് പ്രസംഗിക്കുന്നത്.
ആ പ്രസംഗത്തിൻ്റെ റിസൾട്ട് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. ചർച്ച് ഗ്രോത്ത് ഉണ്ടാകുകയാണ്. ഇങ്ങനെ ഇന്നും കർത്താവ് പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു കൂട്ടരുടെ പ്രശ്നം, അവരിങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ മൂവ് അവർ വിശ്വസിക്കുന്നേ ഇല്ല. അത് വചനം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. മറ്റൊരു കൂട്ടർ അവര് കൃത്രിമമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നിമിത്തം ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടേണ്ടതിന് പകരം പലയിടങ്ങളിലും അപമാനിക്കപ്പെടുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സകലതും ചന്തമായി ഉചിതമായി ചെയ്യുവാൻ അവിടുത്തേക്കറിയാം. അവിടുന്ന് അതിനുള്ള ശക്തി ഉണ്ട്. മൂന്നാമത് വേറൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ ചിന്തയിൽ അവരിതെല്ലാം എഴുതി അങ്ങ് തെള്ളുന്നത് പിശാചും അത്ഭുതമൊക്കെ ചെയ്യും. ശരിയാണ്, ചില അത്ഭുതങ്ങൾ പിശാച് ചെയ്യും. മോശയുടെ മുൻപിൽ അണിനിരന്ന മന്ത്രവാദികളും വടിയിട്ട് പാമ്പാക്കി. പക്ഷേ മോശയുടെ വടി അവരുടെ വടികളെ വിഴുങ്ങി, അവരുടെ ആ പാമ്പുകളെ എല്ലാം വിഴുങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണാം. പിശാച് ഇന്നും പല അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുള്ളത് കൊണ്ട് ദൈവം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മിറക്കിൾസിനെ നമ്മൾ തള്ളിക്കളയരുത്. ബൈബിൾ പഠിക്കുന്ന എല്ലാവർക്കും വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണ്, ഒരു സത്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിൽ there was miracles and healing. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതേ പരിശുദ്ധാത്മാവാണ് വ്യാപരിച്ചത്. ഇന്നും പലയിടങ്ങളിലും കർത്താവ് തൻ്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാദേശിക സഭയിൽ കർത്താവിന് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ, ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രവർത്തിക്കും. അപ്പോസ്തലപ്രവൃത്തി 5 വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. 5-ാം അധ്യായത്തിലും അവരിലൂടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാക്യമാണ് 15-16 വാക്യം. രോഗികളെ പുറത്ത് കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലെ ഒരു പ്രത്യേക സംഭവമാണ് ഇവിടെ 17-ഉം 18-ലും ഒക്കെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 15, 16 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, പത്രോസിന്റെ നിഴൽ തട്ടിപ്പോലും രോഗികൾ സൗഖ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇവിടെ 1-2 മിനിറ്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചോദിക്കുകയാണ്. നിഴലിലായിരുന്നോ ദൈവശക്തി?
അതോ പരിശുദ്ധാത്മാവ് പത്രോസിലായിരുന്നു? തീർച്ചയായും ദൈവമക്കൾക്കറിയാം, പരിശുദ്ധാത്മാവ് പത്രോസിലാണ്. ജനം വിശ്വസിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് വെച്ചിരിക്കുകയാണ്, വഴിയിൽ കൊണ്ടവരെ കിടത്തിയിരിക്കുകയാണ്. പത്രോസ് നടന്നു പോവുകയാണ്. പോകുമ്പോൾ തന്നിലുള്ള ദൈവകൃപ വ്യാപരിച്ച് അവരെ സൗഖ്യമാക്കുകയാണ്. പിന്നെ ഇക്കാലഘട്ടത്തിലൊക്കെ കേൾക്കുന്നു, കൃത്രിമമായി ആളുകൾ നിഴലുണ്ടാക്കി ആളുകളെ സൗഖ്യമാക്കുന്നത്. അത് നമ്മൾ അതിര് കടന്നു പോവുകയാണ്. പത്രോസ് പ്രത്യേക നിഴലുണ്ടാക്കി സൗഖ്യമാക്കുകയല്ല. നിഴലുള്ള സമയത്ത്, താൻ കടന്നു പോകുന്ന സമയത്ത് അവിടെ നിഴലുണ്ട്. ആ നിഴല് തട്ടി ആളുകൾ സൗഖ്യമാകുമ്പോഴും ഓർക്കണം, പരിശുദ്ധാത്മാവ് പത്രോസിലൂടെയാണ് വ്യാപരിക്കുന്നത്. ദൈവകൃപ തന്നിലാണ്. ദൈവവചനം അപ്പാടെ നമ്മൾ വിശ്വസിക്കുക. അത് വേറെ നിലകളിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നും അങ്ങനെ നിഴൽ തട്ടി സൗഖ്യമാകും. അതിന് പ്രത്യേക ലൈറ്റിന്റെ ക്രമീകരണങ്ങൾ വരുത്തി നിഴൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കൈവച്ച് സൗഖ്യമാക്കാം നിയോഗമുണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് ദൈവമക്കൾ പുറത്തു വന്ന് ദൈവകൃപയുടെ ആഴത്തിനായി പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ള സൗഖ്യത്തിനായി ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇളകേണ്ട ആവശ്യമില്ല. ദൈവവചനം സത്യമാണ്. പത്രോസിന്റെ നിഴൽ തട്ടി സൗഖ്യമായി, അതങ്ങനെ തന്നെ. ദൈവകൃപ അനുഭവിക്കുന്ന ദൈവദാസി ദാസന്മാരിലൂടെ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. യെരുശലേം സഭയിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം സ്തേഫാനോസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് വിവരിക്കുന്നു. സ്തേഫാനോസ് ഒരു അപ്പോസ്തലനല്ല, ഡീക്കനാണ്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും വളരെ പവർഫുൾ ആയിരുന്നു എന്ന് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായത്തിന്റെ 8-ാം വചനം, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോസ്തലന്മാരിലൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ഡീക്കണിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ വിശ്വാസികൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധന്മാരിലൂടെ ദൈവപ്രവൃത്തി ഉണ്ടായി എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. അങ്ങനെയാണല്ലോ അന്ത്യോക്യ സഭ സ്ഥാപിക്കപ്പെട്ടത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മീക വരങ്ങളെക്കുറിച്ച് താൻ വിവരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ദാനങ്ങളാണ്, കൃപാവരങ്ങളാണ്. കൃപാവരത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും വ്യാപരിക്കുകയാണ്. ഒരു സ്പിരിച്വൽ ബോഡിയായി പ്രാദേശിക സഭ യേശുക്രിസ്തു ചെയ്തെടുത്ത ആ മിനിസ്ട്രി ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ചർച്ചിൽ, അതായത് വിശ്വാസികളിൽ വന്ന് അവരിൽ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റുകൾ കൊടുത്ത് ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ ആ ചർച്ചിന് ആവർത്തിക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു വിഷയം ഞാൻ പെട്ടെന്ന് കൂട്ടിച്ചേർക്കാം. ശാരീരിക വിടുതൽ കൊണ്ട് ഒരാൾ നിത്യജീവൻ അവകാശമാക്കുന്നു എന്നർത്ഥമില്ല. ദൈവത്തിൻ്റെ മനസ്സലിവാണ് അദ്ദേഹത്തെ ദൈവം വിടുവിക്കുന്നത്. അത് നിമിത്തം സുവിശേഷത്തിനായി അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരുക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ അത്ഭുതം. പിന്നീട് താൻ കേൾക്കുന്ന സുവിശേഷം സ്വീകരിക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ താൻ കരസ്ഥമാക്കുകയും ചെയ്യേണ്ടതാണ്. കർത്താവ് ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനെയോ ഒരു ചാലായി ഒരു അത്ഭുതം ചെയ്യുവാൻ ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ അത്ഭുതം അവരിലൂടെ കർത്താവ് ചെയ്തതുകൊണ്ട്
അവർ സ്വർഗത്തിൽ പോകണമെന്നുമില്ല. യേശു കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആ നാളിൽ അവരെന്നോട് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു. പക്ഷെ ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞില്ല. കർത്താവ് ഒരു മനുഷ്യനെ ചാലാക്കുന്നു. അത് കർത്താവിൻ്റെ കൃപയാണ്, കരുണയാണ്. പക്ഷെ ആ വ്യക്തി ദൈവവചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ ആ വ്യക്തി ദൈവസന്നിധിയിൽ കാണപ്പെടുകയില്ല. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരാളെയും നമ്മൾ ഹീറോ വർഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. അത് അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവരെ മാത്രമല്ല, സാധാരണ വിശ്വാസികൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളെയും അത്ഭുതകരമായ രോഗസൗഖ്യത്തിനായി കർത്താവ് ഇന്നും ഉപയോഗിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചാൽ രോഗിക്ക് സൗഖ്യമുണ്ടാകും. ശാരീരിക വിടുതൽ ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഒരു വ്യക്തി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്നതാണ്. തുടർന്നുള്ള ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് യെരുശലേം സഭയുടെ 4ാമത്തെ ക്വാളിറ്റിയാണ്. അവർ പെർസിക്യൂട്ടഡ് ചർച്ചായിരുന്നു. ഉപദ്രവിക്കപ്പെട്ട സഭയായിരുന്നു യെരുശലേം സഭ. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കർത്താവിൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ലോകം കർത്താവിനെ ഉപദ്രവിച്ചു. കർത്താവിൻ്റെ മേൽ അഭിഷേകമുണ്ട്. ആത്മാവുള്ള കർത്താവിനെ ഈ ലോകം ഉപദ്രവിച്ചു. കർത്താവ് ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. അവിടുന്ന് നന്മ മാത്രം ചെയ്തു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു, ദൈവരാജ്യം പ്രസംഗിച്ചു. ആ കർത്താവിനെ ആ കാലഘട്ടത്തിലെ മതനേതൃത്വം ഉപദ്രവിച്ചു. ഇത് തന്നെ യെരുശലേം സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അപ്പോസ്തോലന്മാരെ ആ കാലഘട്ടത്തിൽ ഉപദ്രവിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിലും ദൈവവചനത്തിനു വേണ്ടിയും സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവസഭയെ ആളുകൾ ഉപദ്രവിക്കും. ക്രിസ്തു നിമിത്തം ഉപദ്രവം ഉണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്, സഫറിംഗ് ഉണ്ട് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ക്ലിയറായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ഒരു കൂട്ടരുടെ ചിന്ത സഫറിങ്ങും പെർസിക്യൂഷനും ഇല്ലെന്നാണ്. ആ ചിന്തയല്ല ദൈവവചനത്തിന് പറയാനുള്ളത്. ക്രിസ്തു നിമിത്തം സഫറിങ് ഉണ്ട്. യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ വ്യക്തമല്ലേ? ഈ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ദ വേൾഡ് വിൽ ഹേറ്റ് യു. അതെന്തുകൊണ്ടാ? നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിച്ചേനേയും. പക്ഷേ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന്? ലോകത്തിൻ്റെ കയ്യടിയാണോ? ലോകത്തിൻ്റെ അപ്രിസിയേഷനാണോ? യേശുവിൻ്റെ മാർഗം അതല്ല. യഥാർത്ഥമായി ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് ഉപദ്രവം നേരിടും.
എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കേരളത്തിൽ ഉപദ്രവം ഉണ്ടാവും, ഇന്ത്യയിൽ ഉപദ്രവം ഉണ്ടാവും ദൈവസഭയ്ക്കെതിരെ. പലപ്പോഴും ഇത് ഭയന്നാണ് ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് പലരും സ്വീകരിക്കാറുള്ളത്. പ്രതികൂലങ്ങളെ അവോയ്ഡ് ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് മെസ്സേജുകൾ ഡയലൂട്ട് ചെയ്യുന്നത്. എന്നാൽ കൃത്യമായ ദൈവവചനത്തിൻ്റെ പത്യോപദേശത്തിന് വേണ്ടി നിന്നാൽ ഒരുപക്ഷെ താങ്കളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ വ്യൂ പോയിന്റിൽ അത് ചിന്തിച്ചാൽ ആ ഒറ്റപ്പെടുത്തൽ പരാജയം അല്ല. നമുക്ക് നോക്കാം, ഈ ദൈവമക്കൾ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കപ്പെട്ടത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയാലും നീരസപ്പെട്ടു. 3-ാം വാക്യം, അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേനാൾ വരെ കാവലിലാക്കി, അഥവാ ജയിലിലാക്കി. എന്തുകൊണ്ടാണ് ജയിലിലാക്കിയത്? അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയാലും. ദൈവവചന ശുശ്രൂഷയാണ് പ്രശ്നം. അവരുടെ കൂട്ടത്തിൽ സദൂക്യരുണ്ട്. അവരിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുക, പുനരുത്ഥാനം, ഇതൊന്നും അവർ വിശ്വസിക്കാത്തവരാണ്. പക്ഷെ ഇവർ തെളിയിക്കുകയാണ്, അത്ഭുതം നടന്നിരിക്കുകയാണ്, ആളുകൾ കൂടുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശമാണ് അവർ പഠിപ്പിക്കുന്നത്. മതനേതൃത്വത്തിന്റെ തിയോളജിക്ക് വിപരീതമായ ആശയങ്ങൾ അവർ തെളിയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഭയങ്കര ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിലിട്ടു. ആരാ ഇവർ? പത്രോസും യോഹന്നാനും. എന്താ ഇവർ ചെയ്തത്? 40 വർഷം പ്രായമുള്ള ഒരു മുടന്തൻ ഇവരിലൂടെ ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. അങ്ങനെ ഓടിക്കൂടിയ ആളുകളോട് സത്യവചനം പറഞ്ഞു, വിടുതലിന്റെ വചനം പറഞ്ഞു. വചനത്തിനെതിരെയാണ് പോരാട്ടം. ജയിലിൽ അവരെ ഇട്ടു. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അവരുടെ പ്രതികരണമാണ്. അവിടെ വളരെ ബോൾഡായിട്ട് അവർ ഈ മതനേതൃത്വത്തിനെതിരെ അവർ ശക്തിയോടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കുവാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. ജയിലിനകത്തിട്ടു. അവർക്ക് വിഷയമല്ല. ആത്മപൂർണരായ മനുഷ്യർ വളരെ ബോൾഡായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അവർക്ക് താക്കീതും തർജ്ജനവും കൊടുക്കുകയാണ്. വിഷയം എന്താ? യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തെഴുത്, ദൈവവചനം പടർത്തരുത്. അങ്ങനെയാണെങ്കിൽ ആളുകൾ വിടുവിക്കപ്പെടും. അത്ഭുതം അവരിലൂടെ പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ടതിനേക്കാൾ ദൈവത്തിന്റെ വചനം മിണ്ടരുത്. യേശുവിന്റെ നാമത്തിനെതിരെയും വചനത്തിനെതിരെയും ശത്രുവിന്റെ വലിയ പോരാട്ടമുണ്ട്. യെരുശലേം സഭ പീഡിപ്പിക്കപ്പെടാൻ കാരണം അവർ സത്യത്തിനു വേണ്ടി നിന്നു, ദൈവവചനത്തിനു വേണ്ടി നിന്നു.
അത്ഭുതം അവരിലൂടെ കർത്താവ് ചെയ്തു. അതിൽ അവർ തൃപ്തിപ്പെട്ട് നിൽക്കുകയല്ല. ഓടിക്കൂടിയവരോട് നിത്യസത്യങ്ങൾ അവർ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പ്രസംഗവും പ്രാർത്ഥനയും എല്ലാം ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും ഭൗതിക കാര്യങ്ങളുടെ വിഷയങ്ങളല്ല, നിത്യത കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങളാണ്. ഭൗതിക തലത്തിൽ ഒരു മനുഷ്യന് ശാരീരിക വിടുതൽ വന്നു, വളരെ അമേസ്ഡ് ആയിട്ട് ആളുകൾ കൂടുമ്പോഴും ഈ ആളുകളുടെ ആത്മരക്ഷയാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അതാണ് ശത്രുവിന്റെ പോരാട്ടം. ശത്രു എതിർത്ത് നിൽക്കുന്നത് ആത്മരക്ഷയുടെ സന്ദേശങ്ങളെ ഇന്നും പിശാച് എതിർക്കും. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സും അവരുടെ പ്രസംഗങ്ങളും എല്ലായിടത്തും നോക്കിയുള്ളൂ. ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലുള്ള ഭൗതികമായ കാര്യം കിട്ടുമോ എന്നൊക്കെയുള്ള ഈ ലോകത്തിൽ മാത്രം ആളുകളെ ട്യൂൺ ചെയ്ത് നിർത്തുന്ന പ്രസംഗങ്ങളും പഠിപ്പിക്കലും അല്ലായിരുന്നു സഹോദരങ്ങളെ. അങ്ങനെയുള്ളൊക്കെ കാര്യം പറഞ്ഞാൽ ഒരു ശത്രുവും പോരാടില്ല. അതൊക്കെ എല്ലാവർക്കും സന്തോഷമാണ്. കർമ്മരസകരമായ കാര്യങ്ങളാണ്, ഇമ്പകരമായ കാര്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ പറയുന്ന അന്ത്യകാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ആളുകൾക്ക് കേൾക്കാൻ ഇമ്പകരമായത്, സന്തോഷിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഉപദേഷ്ടാക്കളൊക്കെ ധാരാളം ഉണ്ടാകും. പിശാചിന് സഹിക്കാൻ വയ്യാത്തത് ആത്മരക്ഷയുടെ സന്ദേശമാണ്. അതായിരുന്നു യെരുശലേം സഭ പറഞ്ഞത്. അതുകൊണ്ട് അവരെ ജയിലിലിടുന്നു. ഈ നാമത്തിൽ ഇനിയും പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരെ ത്രട്ടൻ ചെയ്യുകയാണ്. സത്യത്തിന് വേണ്ടി നിന്നാൽ യു വിൽ ബി പെർസിക്യൂട്ടഡ്. തുടർന്ന് മുന്നോട്ട് വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 29, 29 മുതൽ 31 വരെയും 33-ാമത്തെ വാക്യവും നിങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രതികൂലത്തിന് നടുവിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, ദൈവവചനം ബോൾഡായി പറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. എന്നിട്ട് വചനം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിനെ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ മഹാശക്തിയോടെ അവർ ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പകരം വീട്ടുന്ന പ്രാർത്ഥന അവർക്കില്ല. താവേ, അവരങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്നു, ആകയാൽ അവരോട് ചോദിക്കണമേ. ഇങ്ങനെയുള്ള പ്രതികാരത്തിൻ്റെ പ്രാർത്ഥനകളല്ല അവരുടേത്. അവർക്ക് ദൈവവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കണം. അതിനുള്ള ബോൾഡ്നെസ്, പ്രാഗൽഭ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് അവരെല്ലാവരും പിന്നെയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പിന്നെയും ദൈവം അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നത്. പ്രതികൂലത്തിൻ്റെ നടുവിലുള്ള അവരുടെ പ്രതികരണം പ്രാർത്ഥനയായിരുന്നു. മറ്റൊരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 17-18. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. അസൂയ കൊണ്ട് കൃത്യമായി ദൈവവചനം പ്രസംഗിച്ച കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു കാരണം അസൂയയാണ്. ദൈവവചനം ആളുകളെ വിടുവിക്കുന്നു. സമുദായങ്ങളും പല കെട്ടുപാടുകളിൽ നിന്ന് ആളുകൾ ദൈവത്തിൻ്റെ വചനത്താൽ വിടുവിക്കപ്പെടുമ്പോഴാണ് അസൂയ മറ്റു പലർക്കുണ്ടാകുന്നത്. അസൂയ നിമിത്തമാണ് പീഡനം. 19-20 വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ
ഇവരെ 19 വാക്യത്തിൽ രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. മതനേതൃത്വം അവരെ പിടിച്ച് തടവിലാക്കി കഴിഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ അവരെ വിടുവിക്കുകയാണ്. 20 വാക്യം, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുവിൻ എന്ന് പറഞ്ഞു. എന്തിനാണ് വിടുതൽ? ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ. അപ്പൊ ഈ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് 3-4 അധ്യായം ഒരേ വിഷയത്തെ തുടർന്നുള്ളതാണ്. ആ മുടന്തൻ നടക്കുന്ന അത്ഭുതത്തെ തുടർന്നാണ് അവർക്ക് പെർസിക്യൂഷൻ ഉണ്ടാകുന്നത്. 5-ാം അധ്യായത്തിലും പെർസിക്യൂഷൻ. അവരുടെ ഒരു പ്രതികരണം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിൻ്റെ 41-42 വാക്യങ്ങളിൽ, 41-42 ഈ വാക്യങ്ങളിൽ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. 42 വാക്യത്തിൽ, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള പ്രതികൂലം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണമെന്ന്. എക്സാക്ട്ലി അവരതുപോലെ അത് കോപ്പി ചെയ്യുകയാണ്. 5-ാം അധ്യായത്തിൽ ജയിലിലിട്ടു, പിന്നെ ദൂതൻ വിടുവിച്ചു, പിന്നെ അവരെ പിടിക്കുന്നു, പിന്നെ അവരെ താക്കീത് കൊടുക്കുന്നു, ലാസ്റ്റിൽ അവരെ അടുപ്പിക്കുന്നു. അതിനുശേഷം എഴുതിയിരിക്കുകയാണ് അവരുടെ പ്രതികരണം. അവർ സന്തോഷിച്ചു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇങ്ങനെ സഫർ ചെയ്യുവാൻ, നിന്ദിക്കപ്പെടുവാൻ ദൈവം ഒരു അവസരം കൊടുത്തല്ലോ എന്നോർത്ത് അവർ സന്തോഷിക്കുകയാണ്. യെരുശലേം സഭ പെർസിക്യൂട്ടഡ് സഭയായിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അവർ സഫർ ചെയ്തു. അനേക ആളുകളുടെ ചിന്ത അഭിഷക്തരാണെങ്കിൽ ഒന്നും പറ്റത്തില്ലെന്നാണ്. എത്രയോ തെറ്റായ ചിന്തയാണ്. ഞാൻ ഈ വചനത്താൽ നിങ്ങളോട് പറയാം, അഭിഷേകമുള്ളതുകൊണ്ടാണ് ഉപദ്രവം. അഭിഷക്തന്മാരെയാണ് ഉപദ്രവിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഉപദ്രവത്തിന്റെ നടുവിൽ ഇവർ നോക്കി അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ശക്തിയോടെ നിൽക്കുന്നത്. അതാണ് ആത്മാവിന്റെ ഫയർ, ആത്മാവിന്റെ തീ. അനേക ആളുകൾക്ക് മറ്റു പലതാണ് ചിന്ത. അവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അടികളുടെയും നിന്ദകളുടെയും കാരാഗ്രഹത്തിന്റെയും ഒക്കെ നടുവിൽ അവർ പിടിച്ചു നിൽക്കുക. മാത്രമല്ല, ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും അവരുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിക്കുകയല്ല, ബലപ്പെട്ടു വരിക. എന്നിട്ട് അവരുടെ പ്രതികരണം കണ്ടോ? അവർക്ക് ഇതൊക്കെ വലിയ സന്തോഷമാണ്. അത് മാനുഷികമല്ല, അമാനുഷിക ദൈവകൃപ അവരിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും പല പ്രാദേശിക സഭകൾ, ദൈവദാസന്മാർ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്നത്? നിന്നയും അപമാനവും ഒക്കെ വരുമ്പോൾ ഈവൻ പല ആളുകൾ ദൈവവചനം പൂർണ്ണമായി അനുസരിക്കാത്തത് തന്നെ പലയിടങ്ങളിൽ നിന്നും അപമാനവും ഉപദ്രവവും ഉണ്ടാകും എന്ന് കണ്ടല്ലേ. പക്ഷേ ഈ ദൈവദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്തുവിന് വേണ്ടി അത് സഹിക്കുന്നത് അവർ സന്തോഷിക്കുകയാണതിൽ. അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അപ്പോസ്തല പ്രവൃത്തികളിലുടനീളം യെരുശലേം സഭ മാത്രമല്ല, ഇതിന് ശേഷവും ഈ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലായിടങ്ങളും ശക്തമായ പെർസിക്യൂഷൻസ് ഉണ്ടായി. 9-ാം അധ്യായത്തിലാണ് അപ്പോസ്തലനായ പൗലോസിന്റെ കൺവേർഷൻ. അത് കഴിഞ്ഞ് 13 മുതൽ തന്റെ മിഷണറി യാത്രകൾ പഠിക്കുമ്പോൾ ആ മനുഷ്യൻ എത്രയോ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അവരെ എല്ലാം നിർത്തിയത് അവരിൽ പകരപ്പെട്ട ദൈവകൃപയാണ്.
ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറത്തില്ല, അതിനൊരയവുമില്ല, ഒട്ടും മായം ചേർക്കത്തില്ല. ശക്തിയോടെ വചനത്തിനു വേണ്ടി നിന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സ്തേഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് തന്നെ ഫോൾസായി അക്യൂസ് ചെയ്യുന്നു. സന്നിധി സംഘത്തിന്റെ മുൻപിൽ തന്നെ കൊണ്ടുവരുന്നു. സ്തേഫാനോസ് ഒരു ഡീക്കനാണ്. ആത്മപൂർണനായ, ശക്തിയോടെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യൻ. എന്നിട്ട് 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ കല്ലെറിഞ്ഞ് തന്നെ അവസാനം കൊല്ലുകയാണ്. എന്താ കാര്യം? പാരമ്പര്യക്കാരോട് അതിശക്തമായ ഭാഷയിൽ താൻ ദൈവാലോചന അറിയിച്ചു. 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, യെരുശലേം സഭ ശൗൽ നേതൃത്വം കൊടുത്ത ആ ഉപദ്രവത്തിൽപ്പെട്ട് അങ്ങനെ ധാരാളം ആളുകൾ ഓടിപ്പോകുന്നതായിട്ട്, അവരുടെ നാട് വിട്ട് മറ്റു പല ഇടങ്ങളിലേക്ക് അവർ പോകുന്നതായിട്ട്, ചിതറുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. അപ്പം എല്ലാ ഇടങ്ങളിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ പീഡനമുണ്ടാകും. യെരുശലേം സഭയിലെ പല ആളുകൾ ചിതറേണ്ടി വന്നിട്ടും, ദൈവമക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർ പോയ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി അവർ നിന്നു. വീടും സ്ഥലവും വിട്ട് ഓടിപ്പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്നോർത്ത് അവരുടെ വിശ്വാസം അവർ കൈവിട്ടില്ല. പോയ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിച്ച് അവിടവിടങ്ങളിൽ ദൈവസഭ സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ചൊരു സഭയാണ് അന്ത്യോക്യയിലെ സഭ. യെരുശലേം സഭ പീഡിപ്പിക്കപ്പെട്ട സഭയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഉടനീളം താൻ പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ പീഡനങ്ങൾ മാത്രമല്ല, ദൈവമക്കൾ ശ്രദ്ധിച്ച് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ ആത്മപ്രവൃത്തിയെ തുടർന്ന് ആളുകൾ കളിയാക്കിയെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചതാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. അതും പീഡനത്തിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നീടാണ് ദേഹ ഉപദ്രവങ്ങൾ. വിവിധ തരത്തിൽ ശത്രു സഭയ്ക്കെതിരെ പോരാടുന്നതും നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, കർത്താവ് ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിത്യ തേജസ്സിൻ്റെ ഖനം ഓർത്താൽ ഇന്നത്തെ കഷ്ടം സാരമില്ല. നിന്നയുണ്ട്, ദേഹ ഉപദ്രവമുണ്ട്, എല്ലാ തിന്മയും കളവായി പറയും. അപ്പോൾ സന്തോഷിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. നിത്യതയുടെ കാഴ്ചപ്പാടില്ലാത്ത ഒരാളിന് ഇന്നത്തെ കഷ്ടം സാരം തന്നെയാണ്. ഇന്നത്തെ അപമാനവും നിന്നയൊക്കെ സാരമാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ഇന്നത്തെ നിന്ന വിഷയമല്ല. പ്രാദേശിക സഭകളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ, ദൈവമക്കളുടെ കാഴ്ചപ്പാട് മാറട്ടെ. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും ഒക്കെയും കഷ്ടതയും നിന്നയും അപമാനവും ഒക്കെ സഹിച്ചു. സ്തേഫാനോസ് 1-ാമത്തെ രക്തസാക്ഷിയായി മാറി. ചരിത്രം പഠിച്ചാൽ അപ്പോസ്തലനായ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. ഞാനീ പറയുന്നത് യേശു കർത്താവിൻ്റെ
12 ശിഷ്യന്മാരുടെ കാര്യമാണ്. യൂദയുടെ കാര്യം ഒഴിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും രക്തസാക്ഷി മരണമായിരുന്നു. എന്താ അവരുടെ അഭിഷേകം കുറഞ്ഞിട്ടാണോ? ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, അവരുടെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നിട്ടാണ് ഈ ലോകം അവരെ നിന്ദിച്ചത്. അവർ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ നിമിത്തമാണ് അന്നത്തെ മത നേതൃത്വങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാഞ്ഞത്. ദൈവവചനത്തിന് അയവ് വരുത്താതെ, മായം ചേർക്കാതെ പ്രസംഗിക്കുന്ന സകല ആളുകളും പീഡിപ്പിക്കപ്പെടും. ദൈവമക്കൾ ദൈവവചനം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഴയ നിയമ കാലഘട്ടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്ന ശ്രേഷ്ഠരായ പ്രവാചകന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരാ പീഡിപ്പിക്കപ്പെടാഞ്ഞത്? ഏലിയാവ്, യിരെമ്യാവ്, യെശയ്യാവ്, ഇവരെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാ പ്രവാചകന്മാരെയും ശ്രദ്ധിക്കൂ. അവരെയൊക്കെ ഈ ലോകം പീഡിപ്പിച്ചിട്ടില്ലേ? യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ എന്തു പറ്റി? തൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? ഒരു മാർട്ടിറായി താൻ മാറി. എന്താ കാര്യം? താൻ പറഞ്ഞ ദൂത് ശക്തിയുള്ള ദൂതായിരുന്നു. അത് ആളുകളെ സുഖിപ്പിക്കുന്ന ഒരാലോചനയല്ലായിരുന്നു. കൊട്ടാരത്തെ പോലെ ഇളക്കുന്ന ഒരു ദൂത് താൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഹെരോഡയാസ് വളരെ കാര്യമായി ആസൂത്രണങ്ങൾ നടത്തി ആ ഭക്തന്റെ തല ഛേദിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം കർത്താവ് പീഡിപ്പിക്കപ്പെട്ടു, ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ ദൈവമക്കളോട് പറയാം, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ആരും അറിയാതെ കഷ്ടപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, രക്തസാക്ഷികളാകുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ന് ദൈവസഭ മറന്നു പോകരുത്. യെരുശലേം സഭ പെർസിക്യൂട്ടഡ് ചർച്ചാണ്. ഇനിയും നമ്മുടെ ദേശത്ത് സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർക്കെതിരെ പീഡനം ഉണ്ടാകും. ദൈവവചനം തരുന്ന വെളിപ്പാടതാണ്. യു കനോട്ട് എസ്കേപ്പ് പെർസിക്യൂഷൻ ഇഫ് യു സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്. എല്ലാവരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുള്ള, സന്തോഷിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഈ ലോകത്തിൽ അതൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് പോകും. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കും? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ആ വിളി കേൾക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, വെളിപ്പാടിന് വേണ്ടി നിൽക്കണം. എട്ടാമത്തെ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുന്നത് അപമാനമല്ല, അതിൽ റിജോയ്സ് ചെയ്യുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ആഹ്വാനം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ചില അപമാനത്തിൻ്റെയും നിന്ദയുടെയും തീച്ചൂളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ധൈര്യമാകുക. ഒരു അപൂർവ കാര്യം നിങ്ങൾക്കുണ്ടായിട്ടില്ല. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നത് ലജ്ജിക്കരുത്. ദൈവ ഇഷ്ടപ്രകാരമുള്ള കഷ്ടതകളുണ്ട്. അതിൻ്റെ നടുവിൽ നിൽക്കുവാൻ, വിശ്വസ്തരായി നിൽപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം പകരും. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ജനത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
കഷ്ടതയുടെ കയ്പ് നീരവർ കുടിക്കുമ്പോൾ വിശ്വാസം തള്ളിക്കളയാതെ വിശ്വസ്തരായി നിൽപ്പാനുള്ള ഏറിയ അഭിഷേകമോർത്ത് ജനത്തിൻ്റെ മേൽ പകരണമേ. യെരുശലേം സഭ സത്യത്തിനു വേണ്ടി നിന്നവർ പീഡിപ്പിക്കപ്പെട്ടു. സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസിദാസന്മാർ സഭകൾ പീഡിപ്പിക്കപ്പെടുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല, അതിൻ്റെ നടുവിൽ ഞങ്ങളെ നിലനിർത്തുന്ന ദൈവകൃപയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ ജനത്തിൻ്റെ മേൽ കരം നീട്ടിയവരെ ആശ്വസിപ്പിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. God bless you.